ഐഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ക്യാരറ്റും മുട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കോഴിമുട്ടയും 2 ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലിയ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. വറുത്ത അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. കൂടെ തന്നെ ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ അളവിൽ ദോശമാവാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്കിതിന് വേണ്ടിയിട്ട് പുളിച്ച മാവോ അതല്ലെങ്കിൽ പുളിക്കാത്ത മാവോ എടുക്കാം കേട്ടോ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കൂടി പോവണ്ട, കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കലക്കിയെടുത്താൽ മതി. നല്ല തിക്കായിട്ടുള്ള ഒരു പരുവത്തിൽ വേണം കേട്ടോ നമുക്കൊരു ബാറ്റർ കിട്ടാനായിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കണത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കുക. ഒരു വിസ്കൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്കിത് കിട്ടും. ഞാനിപ്പോൾ ഇത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഇതിൽ ഒട്ടും വെള്ളമൊന്നും കൂടി പോവാണ്ട് വേണം കേട്ടോ ഇത് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട്. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റെസിപ്പി കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ള പരുവത്തിൽ വേണം കേട്ടോ നമുക്കിത് എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം ഇത് കിട്ടാൻ. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണവർക്ക് ഇതൊന്ന് മാറ്റി വെച്ചാൽ മതി. ഇനി ഞാനിവിടെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം വേണം കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഒരു 1/4 ഇഞ്ച് കനത്തിൽ വേണം കേട്ടോ അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഒത്തിരി ഇങ്ങനെ കനം കുറച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു 1/4 ഇഞ്ച് കനത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. പിന്നെ ഒരു ക്യാരറ്റ് ഞാൻ 2 കഷ്ണമാക്കിയിട്ട് പിന്നീടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം ഇതിലോട്ട് കുറച്ച് നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് കൂടെ കൊടുക്കണുണ്ട്. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അതൊന്ന് നിരത്തി വെച്ച് കൂടെ കൊടുക്കാം. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ക്യാരറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വാട്ടിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്യണത്. അപ്പോൾ പകുതിയോളം ക്യാരറ്റ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് നേരം അങ്ങനെ തന്നെ വെക്കാം കേട്ടോ. ഒരു സൈഡ് ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി വന്ന് കഴിഞ്ഞാൽ പിന്നെ അത് മറിച്ചിട്ട് കൂടെ കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നാലും അത്യാവശ്യം വെന്തിട്ടുണ്ടാവണം. ഒരുപാട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ രൂപത്തിൽ ഇത് ആക്കിയെടുക്കുകയൊന്നും ചെയ്യരുത്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത്. ഇനി ഈ സൈഡും ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ക്യാരറ്റും ഇതേ രീതിക്ക് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള ക്യാരറ്റും ഇതേ രീതിക്ക് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ അതേ പാൻ തന്നെയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലോണം തുടച്ചെടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അത് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിലേക്ക് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡൊക്കെ ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ മറിച്ചുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ക്യാരറ്റ് പൊരിയാണ്. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് പോലെ ക്യാരറ്റ് വെച്ചിട്ടും ക്യാരറ്റ് പൊരി ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ മാവൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് കാരണം നന്നായിട്ട് ഇങ്ങനെ വീർത്ത് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോഴും കുറച്ച് ദോശമാവൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഗുണ്ടുമണി പോലത്തെ പഴംപൊരി ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഞാനിതൊരു വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഉണ്ടാക്കി കഴിച്ചപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാലും നമ്മൾ പഴംപൊരിയുടെ അത്രയ്ക്ക് അങ്ങോട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ കൂടുതലും പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള ഒരു ആൾക്കാരല്ലേ. അപ്പോൾ ക്യാരറ്റൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ക്യാരറ്റിൻ്റേതായിട്ടുള്ളൊരു രുചിയാണ് കേട്ടോ അതിനുണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണുണ്ട്. അപ്പോൾ രണ്ടാമത് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒന്ന് മൊരിച്ചിട്ട് കൂടെ എടുക്കണുണ്ട് കേട്ടോ. അതുപോലെ ഒന്ന് ആക്കി എടുക്കണുണ്ട്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ നല്ലോണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്യാരറ്റ് പൊരി ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്